പ്രിസർവ് ഫോർമാറ്റിംഗ് എന്നുള്ളൊരു ടാഗിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഈ ടാഗിനെ കുറിച്ച് നമ്മുടെ പാരഗ്രാഫ് ടാഗ് ഡിസ്കസ് ചെയ്തപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പോർഷനിൽ ഞാൻ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ എന്ത് ഫോർമാറ്റിലാണോ ഒരു ബോഡി പാർട്ടിൽ ഒരു കണ്ടന്റ് ടൈപ്പ് ചെയ്യുന്നത് അത് ആ രീതിയിൽ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, പ്രിസർവ് ഫോർമാറ്റിംഗ് യൂസ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. അതായത് നമുക്കിപ്പോൾ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് അല്ല, ഈ അലേർട്ട് എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് ഒരു ടാബ് കൊടുത്ത് കുറച്ച് സ്പേസ് ഒക്കെ ഇട്ടിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ അലേർട്ടിനും സ്റ്റിർ ലെങ്തിനും ഇടയ്ക്കും എന്താണ് കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത് ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഈ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് പുതിയ കണ്ടന്റ് അടുത്ത ലൈനിലാണ് എഴുതിയിരിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് വരുന്നത് അതിൻ്റെ ക്ലോസിംഗ് ബ്രാക്കറ്റ് നമ്മൾ തൊട്ടടുത്ത ലൈനിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറേ ഫോർമാറ്റിംഗ് ഒക്കെ നമ്മൾ ഈ ടെക്സ്റ്റിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വെബ് പേജ് അത് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുമ്പോൾ എന്തായിരിക്കും, ഈ രീതിയിൽ അത് ഡിസ്പ്ലേ ചെയ്ത് വരത്തില്ല. അത് വൈറ്റ് സ്പേസസിനെയൊക്കെ ബ്രൗസർ എന്ത് ചെയ്യും, സാധാരണ രീതിയിൽ അത് എലിമിനേറ്റ് ചെയ്യും. എന്നിട്ട് പുതിയ ലൈനിലേക്കൊന്നും കൊടുക്കത്തില്ല, നേരെ ഒരൊറ്റ ലൈനിൽ തന്നെ ഈ കണ്ടന്റ് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ലൈൻ ബ്രേക്ക് എന്ന് പറഞ്ഞു അല്ലേ. അതായത് ഏതെങ്കിലും ഒരു കണ്ടന്റ്, ഒരു ടെക്സ്റ്റ് പുതിയൊരു ലൈനിലേക്ക് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു, ലൈൻ ബ്രേക്ക് യൂസ് ചെയ്യണം. അപ്പോൾ ലൈൻ ബ്രേക്ക് കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, കണ്ടന്റ്സ് എല്ലാം നമ്മൾ പുതിയൊരു ലൈനിൽ എഴുതിയെന്ന് പറഞ്ഞാൽ പോലും അത് ഒരൊറ്റ ലൈനിൽ തന്നെ ആ സെൻറ്റൻസ് വെബ് ബ്രൗസർ ഡിസ്പ്ലേ ചെയ്ത് നമ്മളെ കാണിക്കും. അപ്പം പ്രിസർവ് ഫോർമാറ്റിംഗ് ഇല്ലാതെ ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഔട്ട്പുട്ട്. ഇതാണ് നമ്മുടെ ബോഡി പാർട്ടിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് പ്രിസർവ് ഫോർമാറ്റിംഗ് ഇല്ലാതെ നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടോ, നേരെ നമ്മൾ എന്ത് എഴുതിയോ അത് അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിനെ നമ്മൾ കൊടുത്ത ആ ഫോർമാറ്റിൽ അത് നിലനിർത്തിക്കൊണ്ട് അത് അങ്ങനെ തന്നെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കണ്ടന്റ്സ് അത്രയും നമ്മൾ എന്ത് കൊടുക്കുക, PRE എന്നുള്ള ടാഗിൻ്റെ അകത്ത് കൊടുക്കുക. PRE ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതിൻ്റെ അകത്ത് കണ്ടന്റ്സ്, ആ കണ്ടന്റ് നമ്മൾ നമ്മുടെ HTML ഡോക്യുമെൻറ്റിൽ നമ്മുടെ നോട്ട് പാഡിൽ നമ്മൾ എങ്ങനെ എഴുതുന്നോ അതേപോലെ തന്നെ നമ്മുടെ വെബ് പേജിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. സേവ് ചെയ്യണം, സേവ് ചെയ്തില്ലെങ്കിൽ കിട്ടത്തില്ല. സേവ്. അപ്പോൾ ഇതാണ് പ്രിസർവ് ഫോർമാറ്റിംഗ്. അതായത് നമ്മൾ ഏത് രീതിയിലാണോ സ്പേസ്, ലൈന്, ബ്ലാങ്ക് സ്പേസ്, ന്യൂ ലൈന് ഒക്കെ കൊടുത്തിട്ട് അത് അതുപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുക, പ്രിസർവ് ഫോർമാറ്റിംഗ് എന്നുള്ള ടാഗ് നമ്മൾ യൂസ് ചെയ്യുക. നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അതേപോലെ തന്നെ അതിൻ്റെ ഫോർമാറ്റിംഗ് അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. അപ്പോൾ ഇതാണ് PRE ടാഗ് എന്ന് പറയുന്നത്. PRE ടാഗ് ഓപ്പൺ ചെയ്യുക, PRE ടാഗ് ക്ലോസ് ചെയ്യുക. സ്റ്റാർട്ട് ടാഗും എൻഡ് ടാഗും ഇതിനോടൊന്നും കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.